أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 188-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: വ്രതരാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്ക് ഒരു വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് അനീതി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അതിനാൽ അവൻ നിങ്ങളുടെ നേരെ കനിവ് കാണിക്കുകയും നിങ്ങൾക്ക് ആശ്വാസമേകുകയും ചെയ്തിരിക്കുന്നു. തന്മൂലം ഇനിമേലിൽ നിങ്ങൾ അവരുമായി സംസർഗം പുലർത്തുകയും അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചത് നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊള്ളുക. പ്രഭാതത്തിൻ്റെ വെള്ളനൂൽ കറുപ്പ് നൂലിൽ നിന്നു വേർതിരിഞ്ഞു നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നതുവരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. പിന്നീട് രാത്രിയാകുന്നതുവരെ നിങ്ങൾ വ്രതം പൂർത്തിയാക്കുക. എന്നാൽ പള്ളികളിൽ ഭജനമിരിക്കുന്നവരായിരിക്കെ നിങ്ങൾ അവരുമായി സംസർഗം പുലർത്തരുത്. ഇവ അള്ളാഹുവിൻ്റെ നിയമപരിധികളാകുന്നു. അതിനാൽ നിങ്ങൾ അവയെ സമീപിക്കരുത്. ഇപ്രകാരം അള്ളാഹു മനുഷ്യർക്ക് അവൻ്റെ വിധികളെ വിവരിച്ചു കൊടുക്കുന്നു, അവർ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി. ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു: വിശുദ്ധ ഖുർആനിൽ വസ്ത്രത്തിന് 3 പ്രധാന ധർമ്മങ്ങളുള്ളതായി മനസ്സിലാക്കാം. 1 നഗ്നത മറക്കുക, 2 സൗന്ദര്യവും അലങ്കാരവും നൽകുക, 3 ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുക. അള്ളാഹു സൂറ അഅറാഫിൽ പറയുന്നു: ഓ ആദം സന്തതികളെ, നിങ്ങളുടെ നഗ്നത മറക്കാനും നിങ്ങൾക്ക് അലങ്കാരമായിരിക്കാനും നാം നിങ്ങൾക്ക് വസ്ത്രം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സൂറ നഹ്ലിൽ അള്ളാഹു പറയുന്നുണ്ട്: അവൻ നിങ്ങൾക്ക് ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്ന കുപ്പായങ്ങളും യുദ്ധത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷ നൽകുന്ന കവചങ്ങളും ഉണ്ടാക്കി തന്നു. അതിനാൽ തന്നെ ഹുന്ന ലിബാസുല്ലക്കും വൻതും ലിബാസുല്ലഹുൻ, അതായത് അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്ന വചനത്തിലൂടെ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ദമ്പതികൾ പരസ്പരം വസ്ത്രത്തിൻ്റെ ധർമ്മം നിർവഹിക്കണം. അതായത് പരസ്പരം കുറവുകൾ മറച്ചുവെക്കുക, പരസ്പരം അലങ്കാരമായി മാറുക, വസ്ത്രം ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നത് പോലെ. ജീവിതത്തിലെ സുഖദുഃഖങ്ങളിൽ പരസ്പരം താങ്ങാവുകയും പ്രയാസഘട്ടങ്ങളിൽ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുക. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഉദാഹരണം അറിയാവുന്നതാണ് നമുക്കെല്ലാവർക്കും. വിവാഹശേഷം തൻ്റെ സമ്പത്തെല്ലാം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവനത്തിനായി സമർപ്പിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ പ്രവാചകന് ജനസേവനത്തിൽ മുഴുകാൻ അത് സഹായകരമായി. സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉന്നതമായ മാതൃകയാണിത്. പിന്നീട് പറയുന്നു: അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ അനീതി കാണിച്ചിരുന്നുവെന്ന് അള്ളാഹുവിനറിയാം.
ആരാധനകളോടുള്ള അമിതമായ അഭിനിവേശം കാരണം സ്വഹാബികൾ ഭക്ഷണവും വിശ്രമവും ഉപേക്ഷിച്ച് തങ്ങളെ തന്നെ കഷ്ടപ്പെടുത്തിയിരുന്നു. റമദാനിലെ അനുഗ്രഹങ്ങൾ കണ്ട് രാത്രി മുഴുവൻ ഇബാദത്തിൽ മുഴുകാനും ദാമ്പത്യ ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാനും അവർ ആഗ്രഹിച്ചു. മുൻപ് നിലനിന്നിരുന്ന നിയമപ്രകാരം ഒരാൾ നോമ്പ് തുറക്കുന്നതിന് മുൻപ് ഉറങ്ങിപ്പോയാൽ പിന്നീട് ഉണർന്നാൽ ഒന്നും കഴിക്കാൻ പാടില്ലായിരുന്നു. ഒരു അൻസാരി സ്വഹാബി പകലിലെ കഠിനാധ്വാനം കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണത്തിനായി കാത്തിരിക്കെ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ നിയമമനുസരിച്ചൊന്നും കഴിക്കാനാവില്ല. പിറ്റേന്നും അദ്ദേഹം നോമ്പ് തുടർന്നു. വിശപ്പും തളർച്ചയും കാരണം അദ്ദേഹം ബോധരഹിതനായി വീണു. ഈ സംഭവത്തെ തുടർന്നാണ് നോമ്പുകാലത്തെ രാത്രികളിൽ ഭക്ഷണവും ദാമ്പത്യബന്ധവും അനുവദിച്ചുകൊണ്ടുള്ള വചനങ്ങൾ ഇറങ്ങിയത്. ഇത് യഹൂദരുടെ ചില കർക്കശമായ ആചാരങ്ങളിൽ നിന്ന് ഉടലെടുത്ത തെറ്റിദ്ധാരണയായിരുന്നു. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ സ്വയം ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ദൈവഹിതത്തിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളാണ് ഗുണകരമെന്നും അള്ളാഹു വ്യക്തമാക്കി. പിന്നീട് അള്ളാഹു പറയുന്നു, ഫതാബ അലൈക്കും വഅഫ അൻകും, അവൻ നിങ്ങൾക്ക് മാപ്പ് നൽകുകയും ഇളവ് നൽകുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസികൾ ദൈവപ്രീതിക്കായി സ്വയം കഷ്ടപ്പാടുകൾ സഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് എളുപ്പവഴികൾ തുറന്നു നൽകുന്നു. ഫല്ലാന ബാഷിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, ഇനി നിങ്ങൾ അവരുമായി ഇടപഴകുകയും അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് തേടുകയും ചെയ്യുക. കതബ അലൈഹി എന്നാൽ നിർബന്ധമാക്കുക എന്നും കതബ ലഹു എന്നാൽ അവകാശമായോ പ്രതിഫലമായോ നൽകുക എന്നുമാണ് അർത്ഥം. അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നും അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച സന്താനങ്ങളെ തേടണമെന്നും ഇതിനർത്ഥമുണ്ട്. കൂടാതെ റമദാനിലെ ആത്മീയ അനുഗ്രഹങ്ങൾ നേടാൻ പരിശ്രമിക്കണമെന്നും ഈ വചനം സൂചിപ്പിക്കുന്നു. തുടർന്ന് അള്ളാഹു പറയുന്നു, വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ, പ്രഭാതത്തിൻ്റെ വെളുത്ത നൂൽ കറുത്ത നൂലിൽ നിന്ന് വ്യക്തമാകുന്നതുവരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഈ വചനം ഇറങ്ങിയപ്പോൾ ചില സ്വഹാബികൾ തലയിണക്ക് താഴെ കറുത്തതും വെളുത്തതുമായ നൂലുകൾ വെച്ച് അവ തിരിച്ചറിയുന്നതുവരെ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇതറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ തലയിണ അത്രയും വലുതാണോ? രാത്രിയുടെ ഇരുട്ടും പകലിൻ്റെ വെളിച്ചവും അതിനടിയിൽ ഒളിക്കാൻ. ഇതിലൂടെ പ്രഭാതത്തിൻ്റെ വരവിനെയാണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കുകയുണ്ടായി. പിന്നെ അള്ളാഹു പറയുന്നു, സുമ്മാത്തിമു സിയാമ ഇലല്ലൈൽ, പിന്നീട് രാത്രിയാകുന്നത് വരെ നോമ്പ് പൂർത്തിയാക്കുക. ഇവിടെ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. അമിതമായ സംശയം കാരണം ആകാശം ഇരുളുന്നത് വരെ കാത്തു നിൽക്കുന്നത് ശരിയല്ല. സൂര്യൻ അസ്തമിച്ചാലുടൻ നോമ്പ് തുറക്കുന്നതിലാണ് നന്മയുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. അള്ളാഹു പറയുന്നു, വലാ തുബാശിറൂഹുന്ന വൻതും ആകിഫൂന ഫിൽ മസാജിദ്, അതായത് നിങ്ങൾ പള്ളികളിൽ ഇഅ്തികാഫിൽ ഇരിക്കുമ്പോൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത്. ഇത് ഇഅ്തികാഫിൻ്റെ നിയമം എന്നതിലുപരി പള്ളിയുടെ പവിത്രത കാത്തുസൂക്ഷിക്കലാണ്. എന്നാൽ പരസ്പരം സ്പർശിക്കുന്നത് വിരോധമില്ല. ഇഅ്തികാഫിലിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി ചീകിക്കൊടുക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ സഹായിച്ചിരുന്നതായി ഹദീസുകളിൽ കാണാം. പിന്നെ അള്ളാഹു പറയുന്നു, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹ, ഇവ അള്ളാഹുവിൻ്റെ അതിരുകളാണ്, അതിനാൽ നിങ്ങൾ അവയോട് അടുക്കരുത്. അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ ലംഘിക്കപ്പെടാതിരിക്കാൻ അവയുടെ അടുത്ത് പോലും പോകരുതെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലാലും ഹറാമും വ്യക്തമാണ്, എന്നാൽ ഇവയ്ക്കിടയിൽ ചില സംശയാസ്പദമായ കാര്യങ്ങളുണ്ട്. അവയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ തൻ്റെ മതത്തെയും അഭിമാനത്തെയും സംരക്ഷിക്കുന്നു. സംശയാസ്പദമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ നിരോധിത മേഖലയ്ക്ക് ചുറ്റും ആടുകളെ മേയ്ക്കുന്ന ഇടയനെ പോലെയാണ്. ഏതു നിമിഷവും അവ അതിനുള്ളിലേക്ക് കടക്കാം. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഒരു സംരക്ഷിത മേഖല പോലെയാണ്. ആ അതിരുകൾക്ക് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക എന്നതാണ് യഥാർത്ഥ തഖ്വ, അതായത് ഭയഭക്തി.
അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ മനുഷ്യനിൽ ഈ ദൈവഭക്തി വളർത്തിയെടുക്കുക എന്നതാണ് നോമ്പിൻ്റെയും മറ്റ് നിയമങ്ങളുടെയും ലക്ഷ്യം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലി മുഹമ്മദ്.